നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലെ തുരങ്കത്തിൽ നിന്നും അതിസാഹസികമായി ബന്ദിയെ മോചിപ്പിച്ച വാർത്ത പുറത്തുവരികയാണ്. ഇസ്രായേലിന്റെ സൈനിക കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് വ്യക്തം. തുരങ്കത്തിനകത്ത് അകപ്പെട്ടു പോയ ബന്ദിയാക്കപ്പെട്ട ബന്ദിയെ പുറത്തെത്തിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴിതാ പുറത്തുവരികയാണ്. 10 മാസം ഹമാസ് ഒളിപ്പിച്ചു വെച്ച ഫർഹാൻ അൽ ഖാദി എന്ന ബന്ദിയുടെ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ കമാൻഡോകൾ പാഞ്ഞ് കയറുകയായിരുന്നു. വെടിനിർത്താതെ ബന്ദികളെ മോചിപ്പിക്കും എന്ന ഇസ്രായേലിന്റെ നിലപാടിന് വീണ്ടും തെളിവാണിത്. ഇസ്രായേൽ നാവികസേനയുടെ ഷായറ്റേറ്റ് 13 യൂണിറ്റിലെ കമാൻഡോകളും എലൈറ്റ് യഹലോം കോമ്പൗണ്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ സൈനികരും ചേർന്നാണ് 52-കാരനായ അൽ ഖാദിയെ തുരങ്കത്തിനുള്ളിൽ കണ്ടെത്തിയത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സദേൺ കമാൻഡും ഷിൻ ബെറ്റ് സുരക്ഷാ ഏജൻസിയും IDFന്റെ 162-ാം ഡിവിഷനുമാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ ബന്ദികളുടെ സുരക്ഷ, നമ്മുടെ സേനയുടെ സുരക്ഷ, സംസ്ഥാനത്തിന്റെ സുരക്ഷ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്നാണ് IDF പറയുന്നത്. തെക്കൻ നഗരമായ റാഹത്തിനടുത്തുള്ള ഒരു ബദൂയിൽ സമൂഹത്തിൽ നിന്നുള്ള അൽ ഖാദി ഒക്ടോബർ 7 ഗാസ അതിർത്തിയിൽ നിന്ന് ഏകദേശം 3 മൈൽ, അതായത് 5 കിലോമീറ്റർ അകലെയുള്ള കിബട്സ് മാഗ്നയിലെ ഒരു പാർക്കിംഗ് ഫാക്ടറിയിൽ ഗാർഡായി ജോലി ചെയ്യുന്ന വ്യക്തിയെയാണ് അവർ ബന്ദിയാക്കി കൊണ്ടുപോയത്. അദ്ദേഹത്തെ ബന്ദി തുരങ്കത്തിലുണ്ട് എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തുകയും കൃത്യമായ ഓപ്പറേഷൻ നടത്തുകയും ഒക്കെ ചെയ്തത്. ഓപ്പറേഷന്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലാണ് ഈ ബന്ദിയെ ലഭിച്ചത്. ആ ബന്ദിയെ ലഭിച്ചതിന് പിന്നാലെ തന്നെ ഈ വിവരം IDF പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്തായാലും ബന്ദിയെ പുറത്തെത്തിച്ച അല്ലെങ്കിൽ ബന്ദിയെ മോചിപ്പിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ IDF. ഒരാളെങ്കിലും ഒരാൾ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. ഇനി പുറത്തേക്ക് വരേണ്ട 105ഓളം പേരാണ്. ഈ 105ഓളം പേരിൽ എത്ര പേർക്ക് ജീവനുണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. എന്തായാലും 105ഓളം പേരെയും ഒരു പോറലും ഇല്ലാതെ പുറത്തേക്ക് എത്തിക്കുമെന്ന ഉറപ്പാണ് IDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. വെടിനിർത്തലിന് മുന്നേ തന്നെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുമെന്ന ഇസ്രായേലിന്റെ ഉറപ്പ്, അതായത് IDFന്റെ ഉറപ്പ്, അതിപ്പോൾ ഇവിടെ ഏറ്റവും ശക്തമായി വ്യക്തമായിരിക്കുകയാണെന്നാണ് തെളിയുന്ന കാര്യം.